നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ കളറിൽ നിന്ന് നമ്മുടെ സ്കിൻ ടോൺ ഡാർക്ക് ആവുന്നതിനാണ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഓഫ് കളർ ആണെങ്കിൽ ചെറിയ മുറിവ് വരെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകണമൊക്കെ നമുക്ക് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് മെലാനോസൈറ്റിന് ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് മെലാനിൻ പ്രൊഡക്ഷൻ നമ്മൾ തടയാനായിട്ട് കൂടുതലായിട്ടും ഈ സെറങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ സ്കിൻ പോകുന്തോറും താഴെ നിന്ന് ഇങ്ങനെ പ്രൊഡക്ഷൻ കൂടി മുകളിലോട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാത്ത. പിന്നെ ടാനിങ് ഒക്കെ വരത്തില്ല, അപ്പോഴത്തേക്ക് നമുക്ക് ആൽഫ ആർബിറ്റിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കാരണം മെലാസ്മയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. കോജിക് ആസിഡ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആൽഫ ആർബിറ്റിൻ ഉപയോഗിക്കും. ഫസ്റ്റ് എന്തുകൊണ്ടാണ് മെലാസ്മ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആൽഫ ആർബിറ്റിൻ ആയാലും കോജിക് ആസിഡ് ആയാലും ഒക്കെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൽഫ ആർബിറ്റിനെ പറ്റിയാണ്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആൽഫ ആർബിറ്റിൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആൽഫ ആർബിറ്റിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യമേ പറയാം. നമ്മുടെ ശരീരത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ കളറിൽ നിന്ന് നമ്മുടെ സ്കിൻ ടോൺ ഡാർക്ക് ആവുന്നതിനാണ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ സ്കിൻ കളറിൽ നിന്ന് നമ്മുടെ സ്കിൻ ലൈറ്റ് ആവുന്നതിനാണ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ടാണെങ്കിൽ നമുക്ക് ഒരു ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറമോ ഒന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറംസ് യൂസ് ചെയ്തും സൺ പ്രൊട്ടക്ഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് റീസൺസ് ആണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹോർമോണൽ ചേഞ്ച്, സൺ ഡാമേജ്, പിമ്പിൾസിന്റെ മാർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഓഫ് കളർ ആണെങ്കിൽ ചെറിയ മുറിവ് വരെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം കാരണമാവുന്നു. അപ്പൊ ഈ കാരണങ്ങൾ ഏതാന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഇൻഗ്രീഡിയന്റ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന് മുന്നേ തന്നെ നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. കുറെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോജിക് ആസിഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അസലിക് ആസിഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നയാസിനമൈഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നയാസിനമൈഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ്, അതാണ് ആൽഫ ആർബിറ്റിൻ. ഫസ്റ്റ് എന്താണ് ആൽഫ ആർബിറ്റിൻ നോക്കാം, പിന്നെ അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം, പിന്നെ ആർക്കൊക്കെ ആൽഫ ആർബിറ്റിൻ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യമേ എന്താണ് ആൽഫ ആർബിറ്റിൻ എന്ന് പറയാം. ആൽഫ ആർബിറ്റിൻ എന്ന് വെച്ചാൽ ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. ഇപ്പൊ ഞാൻ ഈ ഭയങ്കര വലിയ ടേംസ് പറയുമ്പോൾ നിങ്ങളൊന്നും ഞെട്ടേണ്ട ആവശ്യമില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സ്കിന്നിന് കളർ തരുന്നതാണ് മെലാനിൻ. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ നമ്മുടെ സെല്ലിന്റെ അണ്ടറിൽ നടക്കും. അപ്പൊ ഈ മെലാനോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലുകളിൽ നിന്നാണ് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിവ് കാരണമോ അല്ലെങ്കിൽ ഹോർമോണൽ ഡിഫറൻസ് കാരണമോ സൺ ഡാമേജ് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെയിൽ കാരണമോ നമ്മുടെ അടുക്കളയിലത്തെ ചൂട് കാരണമോ ഒക്കെ നമുക്ക് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് മെലാനോസൈറ്റിന് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടും നിങ്ങൾ കുറച്ച് മെലാനിൻ കുറച്ചധികം പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടും. അപ്പൊ ആ മെസ്സേജ് അനുസരിച്ച് മെലാനോസൈറ്റ്സ് ഒരുപാട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെലാനോസൈറ്റ്സിന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യല്ലോ. അപ്പൊ ഈ മെസ്സേജ് കൊടുക്കുന്ന സാധനമാണ് നമ്മൾ ടൈറോസിനേസ് എന്ന് പറഞ്ഞത്. ഈ ടൈറോസിനേസിനെ തടയുന്ന ആൾക്കാരാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈറോസിനേസ് മെസ്സേജ് കൊടുക്കുന്ന തടഞ്ഞു കഴിഞ്ഞാൽ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമല്ലോ. അപ്പൊ അങ്ങനെയാണ് മെലാനിൻ പ്രൊഡക്ഷൻ നമ്മൾ തടയാനായിട്ട് കൂടുതലായിട്ടും ഈ സെറങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഫ ആർബിറ്റിനും കോജിക് ആസിഡും അസലിക് ആസിഡും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നാണ് ഈ ആൽഫ ആർബിറ്റിനും. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ആൽഫ ആർബിറ്റിൻ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നോൺ പ്രിസ്ക്രൈബ്ഡ് സെറംസ് ആണ്. അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റുകളിൽ ഒന്നാണ് നമ്മൾ ആൽഫ ആർബിറ്റിൻ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡിങ്ങോ ആണെങ്കിൽ ആൽഫ ആർബിറ്റിനേക്കാളും നല്ലത് വേറെയാണ്. നമ്മൾ അസലിക് ആസിഡ് എന്ന് പറയുന്ന ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ് നല്ലത്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല, ഐക്കാർഡ് കൊടുക്കാം, ഒന്ന് കണ്ടുനോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരിക്കലും നമ്മുടെ തൊലിയുടെ മുകളിലല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ സെല്ലിന്റെ അണ്ടറിൽ മെലാനോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തത് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മുടെ മുകളിലത്തെ സ്കിൻ പോകുന്തോറും താഴെ നിന്ന് പ്രൊഡക്ഷൻ കൂടി മുകളിലോട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാത്തത്. പിന്നെ സൺ ഡാമേജ് കൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി കൂടും. അപ്പൊ നമ്മൾ ഈ താഴെ നിന്നുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാൻ പറ്റും. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ വെച്ചിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാം എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പറ്റത്തില്ല. നമ്മൾ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ
സ്ക്രബ് എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മളവിടെ ഉരച്ച് കളയാനായിട്ടുള്ളത് തൊലിയുടെ പുറത്തിരിക്കുന്ന അഴുക്കല്ല, നമ്മുടെ സ്കിന്നിന്റെ അണ്ടറിൽ ഉണ്ടാകുന്ന കുറച്ച് ഫംഗ്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കളർ ചേഞ്ച് ആണ്. അപ്പൊ തൊലിയുടെ പുറത്ത് നിങ്ങൾ ആ ഉരയ്ക്കുന്നത് കാരണം ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടും. അതുകൊണ്ടാണ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. ആൽഫ ആർബിറ്റിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും ഹൈഡ്രോക്വിനോൺ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ വെളുക്കാൻ വേണ്ടി ഫാർമസിയിൽ പോയി വാങ്ങിക്കുന്ന ക്രീം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ. ഹൈപ്പർ പിഗ്മെന്റേഷന് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ അത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് റൂളൊക്കെ ഉണ്ടല്ലോ. ഈ റൂൾ അനുസരിച്ച് മാത്രമേ നമുക്ക് ഹൈഡ്രോക്വിനോണിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഹൈഡ്രോക്വിനോണിന് മസലിക് ആസിഡ് ആൽഫ ആർബിറ്റിനും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ഹൈഡ്രോക്വിനോണിൻ പ്ലസ് കുറച്ച് ഷുഗർ മോളിക്യൂൾസും കൂടെ ചേർന്നാണ് നമ്മൾ ആൽഫ ആർബിറ്റിൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ മോളിക്യൂൾസും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇത് സേഫ് യൂസ് ആണ്, നോൺ പ്രിസ്ക്രിപ്ഷനിലായിട്ട് തന്നെ. പക്ഷെ ഹൈഡ്രോക്വിനോണിൻ മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഓവർ ആയിട്ടുള്ള ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരുപാട് ഉപയോഗിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ അണ്ടറിൽ അല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കളർ ചേഞ്ച് വരും, സ്കിൻ തിൻ വരും, സൺ ഡാമേജ്. കാരണം നമ്മുടെ സ്കിന്നിനകത്ത് ഒരുപാട് മെലാനിന്റെ അളവൊക്കെ ഒരുപാട് കുറയും. നമുക്ക് നാച്ചുറൽ കഴിഞ്ഞിട്ട് നമുക്ക് കുറയാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ നാച്ചുറൽ കഴിഞ്ഞ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഒരു എഫക്റ്റ് വേറെ രീതി, ഓപ്പോസിറ്റ് രീതിയിൽ വരും. അതുകൊണ്ടാണ് ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഒരുപാട് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഉപയോഗിക്കാം. ഹെയർ കെയർ, ഹൈഡ്രോക്വിനോണിൻ, ട്രെറ്റിനോയിൻ, ഇതൊക്കെ അതിൻ്റെ അടിയിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ ആൽഫ ആർബിറ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് ഹൈഡ്രോക്വിനോൺ ആണ്, പക്ഷെ സേഫ് ആയിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്, പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. എന്തൊക്കെ സ്കിൻ കണ്ടീഷനുകളിൽ നമുക്ക് ഹൈഡ്രോക്വിനോൺ ഉപയോഗിക്കാൻ നോക്കാം. നമുക്ക് എക്സസീവ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് മെലാസ്മ പോലെയുള്ള കണ്ടീഷനുകൾ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ സേഫ് നമുക്ക് ഈ സൺ ഡാമേജ് കാരണം ടാനിങ് ഒക്കെ വരത്തില്ല, അപ്പോഴത്തേക്ക് നമുക്ക് ആൽഫ ആർബിറ്റിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കാരണം ഒരു പ്രോപ്പർ ഹൈപ്പർ പിഗ്മെന്റേഷനിൽ ഫുൾ സ്കിൻ കളറിനെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട്, ടാനിങ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ആൽഫ ആർബിറ്റിൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ഈ ചെറിയ ചെറിയ സൺ ഡാമേജ് കാരണം ഉണ്ടാവുന്ന ഡോട്ടുകളിൽ അത് മാറ്റാനായിട്ട് ആൽഫ ആർബിറ്റിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അവരുടെ സ്കിന്നിൽ കോജിക് ആസിഡ് ശരിയാവണമെന്നില്ല. കാരണം ചില ആൾക്കാർക്ക് കോജിക് ആസിഡ് 2% ഉപയോഗിച്ചാൽ തന്നെ പാടൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആൽഫ ആർബിറ്റിൻ. അങ്ങനെ പ്രത്യേകിച്ച് ഇറിറ്റേഷൻസ് ഒന്നും ലൈക്ക് നമ്മളിപ്പോ എന്തിനും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ട്, പക്ഷെ ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് എഫക്ട്സ് വരാറില്ല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൽഫ ആർബിറ്റിൻ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ നയാസിനമൈഡിന്റെ കൂടെ ആൽഫ ആർബിറ്റിൻ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ നമ്മുടെ സൺ ടാനിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കാരണം നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ്നെസ്സിന് നമുക്ക് ആൽഫ ആർബിറ്റിൻ ഹെൽപ്പ് ചെയ്യും. വിത്ത് നയാസിനമൈഡ്, നമ്മൾ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ തന്നെ നയാസിനമൈഡ് പ്ലസ് ആൽഫ ആർബിറ്റിൻ രണ്ടും കൂടെ ചേർന്നൊരു സിറം ഉണ്ട്. പൊളി സാധനമാണ്. നിങ്ങൾക്കൊന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന്റെ നാച്ചുറൽ കളർ മാറാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്കൊരു കളർ ഉണ്ടാവുമല്ലോ ജനിക്കുമ്പോൾ തന്നെ, ഇതായിരിക്കും നമ്മുടെ കളർ. നമ്മുടെ ചിലപ്പോൾ ജനിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് ഇരിക്കുമെങ്കിൽ നമ്മുടെ സെല്ലിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ DNA ഉണ്ടായിരിക്കില്ല ഇതായിരിക്കണം ഇയാളുടെ കളർ. ആ കളറിൽ നിന്ന് നമുക്കൊരു കളർ ചേഞ്ച് ഒരിക്കലും ആൽഫ ആർബിറ്റിനോ അല്ലെങ്കിൽ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സും നാച്ചുറൽ ആയിട്ടും സ്കിൻ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു വെളുക്കുന്ന ക്രീമായിട്ട് ആൽഫ ആർബിറ്റിൻ ഉപയോഗിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു ഉപയോഗം ഇതിനില്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിമ്പിൾ ഡാർക്ക് സ്പോട്ട്സ്, അല്ലെങ്കിൽ ഒരു സൺ ഡാമേജ് കാരണം ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ്, ടാനിങ്, അല്ലെങ്കിൽ മെലാസ്മ, ഇങ്ങനെയൊക്കെയുള്ള മെലാസ്മയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. കോജിക് ആസിഡ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. പിന്നെ കോജിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആവും, രാവിലെ ഉപയോഗിക്കണം വൈകിട്ട്, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആൽഫ ആർബിറ്റിൻ ആണ്. പിന്നെ ഞാൻ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മെലാസ്മയാണ്, എക്സസീവ് മെലാസ്മ പോലെയുള്ള കണ്ടീഷൻ ഫോട്ടോ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എക്സസീവ് ആയിട്ടുള്ള മെലാസ്മയാണ് നിങ്ങളുടെ കണ്ടീഷൻ എങ്കിൽ നിങ്ങൾ കോജിക് ആസിഡോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഉപയോഗിച്ചാൽ വ്യത്യാസം വരും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെലാസ്മ വന്നതെന്ന് മനസ്സിലാക്കണം. ചില കൂടുതൽ മെലാസ്മ വരുന്നത് പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കാണ്. അതായത് ഒരു ഹോർമോൺ, നമ്മുടെ പീരിയഡ്സിന്റെ ഒക്കെ ടൈമൊക്കെ ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ മെനോപോസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിലൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മുടെ അമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ ആന്റിമാർക്കും ഒക്കെ ഈ സംഭവം വരുന്നത്, മെലാസ്മ വരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതൊന്നിക്കും ഹോർമോണൽ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ ഒരു ചൂടടിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും. സ്ട്രെസ്,
അല്ലെങ്കിൽ സൺ ഡാമേജ് ഇതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് മെലാസ്മ വരുന്നത്. ഫസ്റ്റ് എന്തുകൊണ്ടാണ് മെലാസ്മ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആൽഫ ആർബിറ്റിനായാലും കോജിക് ആസിഡ് ആയാലും ഒക്കെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഞാൻ മെലാസ്മയെ പറ്റി ചെയ്ത വീഡിയോയുടെ കാർഡ് ഞാൻ കൊടുക്കാം. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. ഇതാണ് നമ്മുടെ ആൽഫ ആർബിറ്റിൻ. എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയും ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് ഞാൻ ചെയ്തത്. സത്യത്തിൽ ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരിക്കും. ഞാൻ അസലിക് ആസിഡും കോജിക് ആസിഡും ഒക്കെ നമ്മൾ ചെയ്ത്, പക്ഷെ ആൽഫ ആർബിറ്റിൻ സത്യത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോയൊരു സാധനം. പക്ഷെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിലോട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് ആൽഫ ആർബിറ്റിൻ. അപ്പൊ ആൽഫ ആർബിറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ധാരണയെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് മെലാസ്മ, ഫ്രിക്കിൾസ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മാർക്സ്, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൽഫ ആർബിറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീനും കൂടെ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. ഡീകൺസ്ട്രക്റ്റിൽ തന്നെ 2 ആൽഫ ആർബിറ്റിൻ റെക്കമെൻഡേഷൻ ഉണ്ട്. അത് രണ്ടും 2% ആണ്. പക്ഷെ അതിനകത്ത് 5% നയാസിനമൈഡിന്റെ ഉണ്ട്, 10% നയാസിനമൈഡിന്റെ ഉണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് വിത്ത് ആൽഫ ആർബിറ്റിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എർത്രൃതത്തിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളിൽ ആൽഫ ആർബിറ്റിൻ ഉണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ആൽഫ ആർബിറ്റിൻ മാത്രമായിട്ട് കിട്ടാൻ പാടായിരിക്കും. അത് എന്തിന്റെയെങ്കിലും കൂടെ കിട്ടുന്നതാണ് എപ്പോഴും പതിവ്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ആൽഫ ആർബിറ്റിനെ പറ്റിയിട്ടാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേസിലും തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ട്യൂസ്ഡേ. അതായത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന നല്ല ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ പറക്കി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ട്യൂസ്ഡേസിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. ചിലത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.